കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വ്യാപക പരിശോധനയ്ക്ക് DIGയുടെ ഉത്തരവ്. സ്ഫോടനം നടന്ന ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് എങ്ങനെ വന്നുവെന്നറിഞ്ഞാൽ ദുരൂഹത മാറിക്കിട്ടും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. സജോ, പറയൂ. SK ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹത അവശേഷിക്കുന്നത് അല്ലെങ്കിൽ പോലീസിനെ കുഴപ്പിക്കുന്നത് ഈ ബോംബിന്റെ ഉറവിടം തന്നെയാണ്. ഉറവിടം അന്വേഷിക്കുന്നു, കണ്ടെത്താനുള്ള ഊർജിത പരിശോധനയിലേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ DIG തോംസൺ ജോസ് തന്നെ കണ്ണൂരിലെ സിറ്റി മേഖലയിൽ, സിറ്റി പരിധിയിലെയും റൂറൽ പരിധിയിലെയും മേഖലകൾ കേന്ദ്രീകരിച്ച് സംശയമുള്ള കേന്ദ്രങ്ങളിലെല്ലാം വ്യാപകമായി റെയ്ഡ് നടത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം ഈ സ്ഫോടനമുണ്ടായ എരഞ്ഞോളി, കുടക്കളം, കതിരൂർ ഉൾപ്പെടുന്ന സമീപ മേഖലകളിലൊക്കെ ബോംബ് സ്ക്വാഡിൻ്റെയും പരിശോധനയും തിരച്ചിലും തുടരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കാണ് 80-കാരനായ കുടക്കളം സ്വദേശി വേലായുധൻ തേങ്ങ ശേഖരിക്കുന്നതിനിടെ സ്റ്റീൽ പാത്രമെന്ന് കരുതി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്നത്. ഇത് സംബന്ധിച്ചിപ്പോൾ പ്രാഥമികമായി ഈ സംഭവത്തിന്മേൽ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് വിപുലമായ തലങ്ങൾ ഈ സംഭവത്തിനുണ്ട്. നിരപരാധികൾ സമാനമായ രീതിയിൽ ഇരകളാക്കപ്പെടുന്നത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും ചർച്ചയിലേക്കുമൊക്കെ പോകുന്നുണ്ട്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം വരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദം കൂടിയാകുന്നുണ്ട്. ഇതിൽ പോലീസ് പറയുന്നത് ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. പലപ്പോഴും ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആ ബോംബിന്റെ ഉറവിടം അത് ആര് കൊണ്ടുവച്ചു, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ അന്വേഷണം പോകാറില്ല. ഇവിടെ പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം, മേഖലയിൽ നേരത്തെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനുശേഷവും ഫലം വന്നതിന് ശേഷവും ഒക്കെ ചില രാഷ്ട്രീയ സംഘർഷങ്ങളും ബോംബേറും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മറ്റും പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്ന് ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് എത്തിച്ച് സൂക്ഷിച്ചതായിരിക്കാം. അത് പിന്നീട് പല സ്ഥലങ്ങളിലേക്കായി ഓരോന്നും രണ്ടുമൊക്കെയായി പല സ്ഥലങ്ങളിലേക്ക് ഒളിപ്പിച്ചതോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചതോ അങ്ങനെ കടന്നു കളഞ്ഞതായിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ സംശയമുള്ള കേന്ദ്രങ്ങളിൽ ഇതിനകം കുറേയധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവ പരിശോധിക്കണം. പക്ഷേ അത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉറവിടത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ പലതും പലയിടങ്ങളിലും സജീവമാണ്. അത്തരം കേന്ദ്രങ്ങൾക്ക് കൊണ്ട് ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ തന്നെ ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. അത്തരം രാഷ്ട്രീയ ആവശ്യങ്ങളും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കർശനമായ പരിശോധനകളിലേക്ക് പോകും എന്നാണ് പോലീസ് പറയുന്നത്. സമയം കൊല്ലപ്പെട്ടവൻ വയോധികൻ്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കുടക്കളത്ത് നടക്കും. SK. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. നമ്മുടെ യൂട്യൂബിലെ ഒപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ് വിജയൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. സീരിയൽ കാണുന്നത് എനിക്ക് വെറുപ്പാണ്, പക്ഷേ ഉപ്പും മുളകും പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, പൊട്ടിച്ചിരിച്ചിട്ടുമുണ്ടെന്നാണ് ശ്രീ വിജയൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.